നർമ്മബോധമുള്ള എത്രയോ പേരുണ്ട് മലയാള സിനിമയിൽ. അതിലൊരാളാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന യശശരീരനായ ശങ്കരാടി ചേട്ടൻ. 2000-ലാണ് കൈരളി ചാനൽ തുടങ്ങുന്നത്. അന്ന് യഥാർത്ഥത്തിൽ കേരളത്തിലെ ടെലിവിഷനിൽ അന്ന് വരെ കാണാത്ത തരത്തിലുള്ള പ്രോഗ്രാമുകൾ, അത് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ നിരവധി പ്രോഗ്രാമുകളിലൂടെയാണ് കൈരളി ചാനൽ പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചത് ആദ്യകാലത്ത്. അന്നതിന് പിന്നിൽ ഏറ്റവും ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർ ആണ് ഉണ്ടായിരുന്നത്. KR മോഹനൻ, വേണു നാഗവള്ളി, ചിന്ത രവീന്ദ്രൻ, ബാബു ഭരദ്വാജ്, അങ്ങനെ നിരവധി മലയാളത്തിലെ സർഗാത്മക ലോകത്ത് തങ്ങളുടേതായ മുദ്ര പതിപ്പിച്ച നിരവധി പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പ്രോഗ്രാമുകൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. VK ശ്രീരാമൻ്റെ വേറിട്ട കാഴ്ചകൾ പോലെയുള്ള പരിപാടികൾ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ, മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഒരു വേറിട്ട കാഴ്ചയായിരുന്നു. കൊച്ചിൻ മുസരീസിന്റെ ചരിത്രം പറവൂരിനടുത്ത് നിന്ന് കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തങ്കപ്പൻ നായരുടെ വരവ് പണ്ഡിത ലോകം തീർച്ചയായും ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടോ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ ആർക്കും വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൽക്കട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വളരെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കൈരളി ചാനലിൽ വേണു നാഗവള്ളി പ്രോഗ്രാം മേധാവിയായി ചാർജ് എടുത്തു. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ ദൃശ്യമാധ്യമ പരിചയം വെച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ദൃശ്യമാധ്യമ ബോധ്യങ്ങൾ വെച്ചിട്ട് ഉള്ള നിരവധി പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. വേണു നാഗവള്ളി ചേട്ടൻ സ്നേഹം കൊണ്ട് നമ്മെ ആരെയും വല്ലാതെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നമ്മൾ കൈരളിയിൽ ശ്രീനിവാസനെ വെച്ച് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ പ്രോഗ്രാമിൻ്റെ രൂപവും സ്വഭാവവുമൊക്കെ വ്യക്തമായി വരുന്നേ ഉള്ളൂ. അതിൻ്റെ തുടക്ക എപ്പിസോഡുകളിൽ ഞാനൊപ്പം ഉണ്ടാവും. അതിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നുള്ള തരത്തിൽ അനൂപ് ആ ജോലി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീനിവാസനെ അന്നുവരെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട പരിചയം വെച്ചിട്ട്, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹം വളരെ വ്യത്യസ്തമായ രീതിയിൽ ആലോചിക്കുകയും കേരളീയ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് മറ്റാരും കാണാത്ത തരത്തിൽ വളരെ മൗലികമായ അഭിപ്രായങ്ങൾ പറയുകയും വ്യക്തിബന്ധങ്ങളിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലുമൊക്കെ വളരെ വഴിമാറി ചിന്തിക്കുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പ്രത്യേകിച്ച് അതിന് തൊട്ട് മുമ്പ് ഞാൻ കലാകൗമുദിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് അവിടെ വെള്ളി നക്ഷത്രം, അതിനു മുമ്പ് ഫിലിം മാഗസിൻ, ഇങ്ങനെയൊക്കെയുള്ള സിനിമാ മാസികകളുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടേഴ്സ് പലപ്പോഴും സിനിമ ലൊക്കേഷൻ കവർ ചെയ്തിട്ടും സിനിമാക്കാരുടെ, ചലച്ചിത്ര പ്രവർത്തകരുടെ അഭിമുഖവും മറ്റും നടത്തിയതിന് ശേഷം വന്ന് പറയുന്ന കഥകളിലൂടെ മറ്റെല്ലാ സിനിമാക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ് ശ്രീനിവാസൻ എന്ന് എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഒരു 1-2 ആഴ്ചകൾക്ക് ശേഷം വേണുചേട്ടൻ എന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ പ്രോഗ്രാമിൻ്റെ പേര് നിശ്ചയിച്ചു, ചെറിയ ശ്രീനിയും വലിയ ലോകവും. ഇതാണ് പ്രോഗ്രാമിൻ്റെ പേര്. അരവിന്ദൻ്റെ പ്രശസ്തമായ കാർട്ടൂൺ, ആ കാർട്ടൂൺ പരമ്പരയുടെ പേരുമായിട്ട് സാമ്യമുള്ള ഒരു പേരാണെന്ന് എനിക്ക് തോന്നുകയും ഞാൻ അദ്ദേഹത്തോട് അത് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ആ പേര് ആ പ്രോഗ്രാമിൻ്റെ സ്വഭാവത്തെ കൃത്യമായി നിർണ്ണയിക്കുന്നതായിരിക്കും എന്ന് മാത്രമല്ല, ആ പേര് ശ്രീനിവാസനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം ആ പ്രോഗ്രാമിൻ്റെ ഷൂട്ട് തുടങ്ങണം. അപ്പോൾ അതേക്കുറിച്ചൊരു വ്യക്തമായ ധാരണ അദ്ദേഹം ശ്രീനിവാസൻ വരുമ്പോൾ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസങ്ങളിൽ ആ പ്രോഗ്രാമിൻ്റെ മറ്റ് ഒരുക്കങ്ങൾ അദ്ദേഹം ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ വേണു നാഗവള്ളിക്കൊപ്പം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലേക്കാണ് പോയത്. അവിടെ രാവിലെ ഒരു 10 മണി 10:30 ആയപ്പോൾ ഞങ്ങളവിടെ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും അതിൻ്റെ ലൊക്കേഷനുമൊക്കെ നിശ്ചയിച്ചിട്ട് ഞങ്ങളവിടെ കാത്തു നിൽക്കുമ്പോൾ ശ്രീനിവാസൻ വന്നു. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുകയാണ്. ഈ ചെറിയ ശ്രീനിയും വലിയ ലോകവും എന്നുള്ള പ്രോഗ്രാമിൻ്റെ ചിത്രീകരണത്തിന് വന്നിറങ്ങുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ
സിനിമകൾ മിക്കവാറും ഒട്ടുമിക്ക സിനിമകളും കണ്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും അഭിനയിച്ച സിനിമകളും ഒക്കെ കാണുകയും അദ്ദേഹത്തോട് വ്യക്തിപരമായി വളരെയേറെ സ്നേഹം തോന്നുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തെ വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ള തരത്തിൽ വേണുചേട്ടനെ അസിസ്റ്റ് ചെയ്യാനാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പെട്ടെന്ന് ചെന്ന് പരിചയപ്പെടാൻ തോന്നിയില്ല. ഞങ്ങൾ ക്യാമറ എവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം വേണു നാഗവള്ളിയുമായിട്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നു. ഷൂട്ടിങ്ങിന് മുമ്പ് പരിചയപ്പെടുകയും വേണു നാഗവള്ളി പറഞ്ഞ രീതിയിൽ അദ്ദേഹം ആ പ്രോഗ്രാമിൻ്റെ പ്രസൻറ്റേഷൻ തുടങ്ങുകയും ചെയ്തു. ആദ്യം തന്നെ അദ്ദേഹം ഈ പ്രോഗ്രാമിൻ്റെ പേരിനെക്കുറിച്ചും ഇങ്ങനൊരു പ്രോഗ്രാം കൊണ്ട് എന്താണ് അദ്ദേഹം അങ്ങനെ ഇതുപോലെ ദീർഘമായ ഒരു ടെലിവിഷൻ പ്രോഗ്രാം അന്ന് വരെ എവിടെയും ചെയ്തിട്ടില്ല. അത് തന്നെ വലിയ ഒരു അട്രാക്ഷനായിരുന്നു. കൈരളി ചാനലിൽ അങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നു എന്നുള്ള വാർത്ത അന്ന് പത്രങ്ങളിലും മറ്റ് രീതിയിലൊക്കെ തന്നെ അന്ന് തന്നെ ഓൾറെഡി ആൾക്കാരൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് പ്രോഗ്രാമിൻ്റെ സ്വഭാവമെന്ന് മാത്രം ഞങ്ങൾക്കും പിടിയുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം ആ പ്രോഗ്രാമിലൂടെ എന്താണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറയുകയും അതിനുശേഷം വേണു നാഗവള്ളി പറഞ്ഞ നിർദ്ദേശങ്ങളനുസരിച്ച് യാതൊരു തരത്തിലുള്ള മുൻവിധികളുമില്ലാതെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പല കാര്യങ്ങളോടും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അന്നത്തെ ഷൂട്ടിംഗ് അവസാനിച്ചു. ഏതാണ്ട് രാവിലെ 11 മണിക്ക് തുടങ്ങിയ ഷൂട്ടിങ് വൈകിട്ടൊരു 5 മണി വരെ അന്നത്തെ ഷൂട്ടിംഗ് തുടർന്നു. അന്ന് രാത്രി തന്നെ അദ്ദേഹം ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഞങ്ങൾ ആ ശേഷം അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ ഷൂട്ട് ചെയ്ത പ്രോഗ്രാമുമായിട്ട് എഡിറ്റ് ഷൂട്ടിലിരുന്ന് ആ പ്രോഗ്രാം എങ്ങനെ ഫോം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വേണു നാഗവള്ളിക്കും ഉണ്ടായിരുന്നു. വേണുചേട്ടൻ പറഞ്ഞതനുസരിച്ച് അതിൻ്റെ ഒരു പൈലറ്റ് എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കി വെച്ചു. ഒപ്പം തന്നെ ഈ ചെറിയ ശ്രീനിയും വലിയ ലോകവും എന്നുള്ള ടൈറ്റിൽ ഭട്ടതിരിയെ കൊണ്ട് എഴുതിപ്പിച്ച് വളരെ മനോഹരമായി എഴുതി അത് ഗ്രാഫിക്സ് കൊടുത്ത് അത് ടൈറ്റിലാക്കി വെച്ചിരുന്നു. ആ ടൈറ്റിലും മറ്റ് എൻ്റെ കണ്ടൻറ്റും കൃത്യമായി ഞങ്ങളൊരു ഫസ്റ്റ് എപ്പിസോഡ്, ഒരു പൈലറ്റ് എപ്പിസോഡ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇത് വേണുചേട്ടൻ വന്ന് കൃത്യമായി വീണ്ടും ചില തിരുത്തലുകൾ പറയുകയും അത് കറക്റ്റ് ചെയ്ത് ഒരു പൈലറ്റ് എപ്പിസോഡ് എന്നുള്ള തരത്തിൽ ഒരു സമ്പൂർണ്ണതയോടുകൂടി അത് ഞങ്ങൾ വയ്ക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസങ്ങളിൽ ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് വരികയും ഈ പ്രോഗ്രാം കണ്ടതിന് ശേഷം എയർ ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം ആ പ്രോഗ്രാമിൻ്റെ ചെറിയ ശ്രീനിയും വലിയ ലോകവും എന്ന 102ഓളം എപ്പിസോഡുകൾ ചിത്രീകരിച്ച ആ പ്രോഗ്രാമിന് എല്ലാ ആഴ്ചകളിലും മാസത്തിൽ 1-2 തവണ ഞങ്ങൾ കേരളത്തിന് പുറത്തും പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ സഞ്ചരിക്കാൻ കാരണം ശ്രീനിവാസൻ ആ സമയത്ത് നിരന്തരമായി പല സിനിമകൾക്കും തിരക്കഥ എഴുതുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ ചെന്ന് അവിടെയുള്ള ഏറ്റവും നല്ല ലൊക്കേഷൻ കണ്ടെത്തി അങ്ങനെയാണ് അതിൻ്റെ ചിത്രീകരണം നടന്നിരുന്നത്. ആ ചിത്രീകരണ യാത്ര ഒരുപക്ഷെ എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ ക്യാമറ സംഘത്തിലുണ്ടായിരുന്നവരും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ആഘോഷത്തോടു കൂടി, സാധാരണ ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഉണ്ടാകുന്ന യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളുമില്ലാതെ വളരെ കംഫർട്ടബിളായിട്ട് ലോകത്ത് ഒരു പ്രോഗ്രാമിന് ഇത്രമാത്രം ആഹ്ലാദത്തോടു കൂടി ഒരു ക്യാമറ സംഘം പോകുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. അങ്ങനെ ഒരുപക്ഷെ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു ഏറ്റവും ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് അതിൻ്റെ ഓരോ എപ്പിസോഡും മുന്നോട്ട് പോയത്. ആ പ്രോഗ്രാം പിന്നീട് പല വഴിത്തിരിവുകളിലൂടെ പലതരത്തിലുള്ള മാറ്റങ്ങളിലൂടെ ഏതാണ്ട് 100-102 എപ്പിസോഡ് ചിത്രീകരിക്കുകയുണ്ടായി. ഈ 102 എപ്പിസോഡിൻ്റെയും പ്രൊഡക്ഷൻ കാര്യങ്ങൾ നോക്കിയത് ഞാനാണ്. വ്യക്തിപരമായി ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ്റെ ഏറ്റവും വലിയ പ്രതിഭ മാത്രമല്ല,
ഒരു വ്യക്തി എന്നുള്ള തരത്തിലും ഒരു സമൂഹത്തിൽ ഒരാൾ എങ്ങനെയാണ് പല കാര്യങ്ങളിൽ മാതൃകയാകേണ്ടത്, മനുഷ്യബന്ധങ്ങളിലും മനുഷ്യരോടുള്ള എല്ലാ തരത്തിലുള്ള പരിഗണനയിലുമൊക്കെ തന്നെ എങ്ങനെയാണ് ഏറ്റവും അത് അദ്ദേഹം ഒരിക്കൽ വളരെ യാദൃശ്യമായി ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി. ഒരിക്കൽ കടമ്മനിട്ടയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഷൂട്ടിങ്ങിനിടയ്ക്ക് പെട്ടെന്ന് കടന്നു വന്നു. സംസാരത്തിനിടയിൽ വന്നാണ്, ഏറ്റവും നല്ല മനുഷ്യനാകാനുള്ള പ്രവർത്തനമാണ് എൻ്റെ കാവ്യജീവിതം എന്ന് കടമ്മനിട്ട ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇതേക്കുറിച്ച് എനിക്ക് തോന്നുന്നു വേണുനാഗവള്ളിയാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ ശ്രീനിവാസൻ പറഞ്ഞത്, ഇത് ശരിക്കും എനിക്ക് എപ്പോഴോ പറയാൻ തോന്നിയ കാര്യമാണ്, പക്ഷേ ഇത്ര മനോഹരമായി ഇത് കടമ്മനിട്ട പറഞ്ഞതുകൊണ്ട് ഞാനിനി അത് പറയുന്നില്ല. ശരിക്കും നമ്മൾ ആരും സമ്പൂർണ്ണരല്ല, പക്ഷേ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ മനുഷ്യൻ എന്നുള്ള തരത്തിലുള്ള പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ് ചലച്ചിത്ര പ്രവർത്തനവും സാഹിത്യ പ്രവർത്തനവും മറ്റെല്ലാ തരത്തിലുള്ള കലാപ്രവർത്തനവും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞതെനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ നിരവധി നല്ല ഓർമ്മകൾ ഈ പറയുന്ന 2 വർഷത്തോളം നീണ്ട ആ പ്രോഗ്രാമുകൾ എനിക്കും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ക്യാമറ ക്രൂവിനും നൽകിയ പ്രോഗ്രാമാണ് ചെറിയ ശ്രീനിയും വലിയ ലോകവും. രാഷ്ട്രീയത്തിൽ റിട്ടയർമെൻ്റ് ആവശ്യമല്ലേ? സിനിമയിലും റിട്ടയർമെൻ്റ് ആവശ്യമല്ലേ? ഇപ്പോൾ രാഷ്ട്രീയത്തിലെ റിട്ടയർമെൻറ്റിനെ പറ്റിയിട്ടൊക്കെ പറയാൻ ആധികാരികമായി എനിക്കതിനെപ്പറ്റി വലിയ നല്ല ചെറിയ അറിവും ഒന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, 60 കഴിഞ്ഞാൽ അത്തും പിത്തും.